നമസ്കാരം. ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കൃതി വായിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഓർമ്മകളുടെയും മറവികളുടെയും ഒരു രാവണൻ കോട്ടയായിരുന്നു അത്. ജോസ് ആർക്കേഡിയോയും ഭാര്യ ഉർസുലയും ചേർന്ന് മാക്കൊണ്ട എന്നൊരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കുന്നു. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചെറിയ ജനവാസ കേന്ദ്രം. പൂർണ്ണമായും കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ നഗരം. അത് പിന്നീട് സമൃദ്ധമായ ഒരു സ്ഥലമായി മാറുകയായി. അവിടെ ഒരു വാഴത്തോട്ടം സ്ഥാപിക്കപ്പെടുന്നു. അത് മാക്കൊണ്ടയുടെ പതനത്തിന് കാരണമായി മാറുന്നു. ചൂഷണവും ഭരണത്തിലെ അപാകതകളും കാരണം ഈ നഗരം അപജയത്തിലേക്ക് നീങ്ങുകയും ഒടുവിലൊരു കൊടുങ്കാറ്റിൽ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്നു. മാജിക്കൽ റിയലിസത്തിൽ പിറവിയെടുത്ത ഈ നോവൽ പോലെ മാർക്സിസം എന്ന മിത്തിൽ പിറവിയെടുത്ത പിണറായി സ്ഥാപിച്ച ഒരു കണ്ണാടി നഗരമായിരുന്നു കഴിഞ്ഞ 10 വർഷം നമ്മുടെ കേരള സംസ്ഥാനം. മാക്കൊണ്ടയിലെ പോലെ ഇവിടുത്തെ ഭരണാധികാരികൾക്കും അന്ന് ഓർമ്മകളുണ്ടായിരുന്നില്ല. മാക്കൊണ്ടക്കാർ പശുവിൻ്റെ പുറത്ത് പശു എന്ന് എഴുതി വയ്ക്കും. പശു നമുക്ക് പാല് തരുമെന്നും അത് അനത്തി കുടിക്കാൻ കൊള്ളാമെന്നും എഴുതി വയ്ക്കും. എന്നാലേ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കൂ. പോത്തിൻ്റെ പുറത്ത് പോത്ത് എന്നും നെയ്മീൻ്റെ പുറത്ത് നെയ്മീൻ എന്നും എഴുതി വെച്ചില്ലെങ്കിൽ സാധനം എന്താണെന്ന് തിരിച്ചറിയാതെ പോകുന്നതായിരുന്നു പിണറായി കാലത്തെ ഭരണം. കസേരയിലും മേശയിലും കാറിലും എല്ലാം ഇതുപോലെ എഴുതി വയ്ക്കണം. ജോസ് ആർക്കേഡിയോ നിർമ്മിച്ച കണ്ണാടി നഗരം പോലെ പിണറായി വിജയൻ സ്ഥാപിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നഗരമായി കേരളം മാറി. അതിനുള്ളിൽ പുളയ്ക്കുന്ന മന്ത്രിമാർ, പടയാളികളും അടിമകളും ആശ്രിതരും ഉപജാപക സംഘങ്ങളും. ഒരു കൊടുങ്കാറ്റിലാണ് മാക്കൊണ്ട എന്ന സങ്കല്പ നഗരം തകർന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വീശിയടിച്ച തീക്കാറ്റിൽ പിണറായി വിജയൻ കെട്ടിപ്പൊക്കിയ 10 കണ്ണാടി നഗരവും തകർന്നടിഞ്ഞു. അപ്പോഴാണ് ഇവർ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ എന്തൊരു തീ വിലയാണിവിടെ. ഇന്ധനത്തിൻ്റെ വില കേട്ടാൽ തലയിൽ കൈവയ്ക്കും. പാചകവാതകത്തിൻ്റെ വില സഹിക്കാനേ കഴിയുന്നില്ല. പാലിന് 1/2 ലിറ്ററിന് 30 രൂപ. പുറത്തെ മനുഷ്യജീവിതം ഇത്ര പ്രയാസകരമായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഈ ഭരണാധികാരികൾക്ക് ഓർമ്മ വന്നത്. അവർക്കിപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും പ്രയാസം സഹിച്ചാണോ തങ്ങളുടെ പ്രജകൾ ഈ നാട്ടിൽ ജീവിച്ചത്? 10 വർഷത്തെ ഭരണം കയ്യിൽ നിന്ന് പോയതോടെ നേതാക്കന്മാരെല്ലാം പച്ച മനുഷ്യരായി മാറിയിരിക്കുകയാണ്. അവർ മണ്ണിൽ തൊട്ട് നടക്കും, വെള്ളമുണ്ടെടുത്ത് നിരത്തിൽ കുത്തിയിരിക്കും. പാപങ്ങൾക്ക് നേരെ കരുതലും കടാക്ഷവുമുണ്ട്. ഏതു ദുരന്തമുഖത്തും അവർ ഓടിയെത്തും. ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ചാലും രോഗിയുടെ ഞരമ്പ് മുറിഞ്ഞാലും എല്ലാം സഹിക്കാൻ കഴിയാത്ത രീതിയിലായി അവരുടെ ഇടപെടലുകൾ. എവിടെ പോയി ഞങ്ങളുടെ നമ്പർ 1 ആരോഗ്യ കേരളം? അവർ ഭരണത്തിൽ നിന്നും ഇറങ്ങിയതോടെ പോലീസ് ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു. ദോശ തിരിച്ചിടുന്നത് പോലെ ഒരു മാറ്റമല്ലായിരുന്നു അവരുടേത്. വിലവർദ്ധനവിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇന്നലെ CPM കേരളമൊട്ടാകെ പ്രതിഷേധ ധർണകൾ നടത്തി. കേന്ദ്രം കൂട്ടിയ ഇന്ധനവില എന്തുകൊണ്ട് സംസ്ഥാനം കുറയ്ക്കുന്നില്ല എന്നാണ് അവരുടെ ചോദ്യം. അരിവിലയും എണ്ണവിലയും വെളിച്ചെണ്ണ വിലയും 1 ലിറ്റർ പെട്രോളിൻ്റെ വിലയുമൊക്കെ പഴയ മന്ത്രിമാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. സർക്കാർ ചെലവിൽ പെട്രോളും ഡീസലുമൊക്കെ അടിച്ചു നടന്ന കാലത്ത് ഇതിൻ്റെ ഒന്നും വിലയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അറിയുകയേയില്ലായിരുന്നു. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയോടടുത്ത് കടമുണ്ടാക്കി വെച്ചിട്ടാണ് ഈ പിണറായി വിജയനും സെറ്റുകാരും ഇറങ്ങിപ്പോകുന്നത്. ധവളപത്രം ഇറക്കിയപ്പോഴാണ് ജനം അത് മനസ്സിലാക്കുന്നത്. എന്നാൽ തമാശ ഇതൊന്നുമല്ല. ഈ കടം എന്തുകൊണ്ടാണ് 2 ആഴ്ച കൊണ്ട് പുതിയ സർക്കാർ വീട്ടാത്തത് എന്നാണ് ചോദ്യം. തോറ്റു തുന്നം പാടിയിട്ട് 1 മാസം തികഞ്ഞതേയുള്ളൂ. അതിനു മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കമ്മികൾക്കും ഇരിക്കപ്പുറതിയില്ലാതായി. ഒരു കറുത്ത കുഴലിൻ്റെ അറ്റത്ത് ചുവന്ന കൊടിക്കൂറയും ഞാത്തി ഇറങ്ങിയിരിക്കുകയാണ് സകലതും. അവർക്ക് മഴയും വെയിലും ഒന്നും ഇപ്പോൾ പ്രശ്നമല്ല. ഇവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. കുടുംബക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി 1 ലിറ്റർ പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും 2 രൂപ വീതം സെസ് ഈടാക്കിയാണ് അവരത് കൊടുത്തിരുന്നത്. എല്ലാവരും സമരമുഖത്തുണ്ടെങ്കിലും ഒരു ഉഷാറൊന്നുമില്ല ആർക്കും. നേതാക്കൾ വിളിച്ചാൽ ഇറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കും. ഇന്ധനത്തിന്മേൽ 10 കൊല്ലം സെസ് ഏർപ്പെടുത്തിയ ടീമാണെന്നോർക്കണം. സാധനങ്ങൾക്കെല്ലാം പ്രളയ സെസ്സും അന്നുണ്ടായിരുന്നു. വെറും 1 മാസം പ്രായമുള്ള സർക്കാരിനെതിരെയാണ് 10 കൊല്ലം ഭരിച്ചു മുടിച്ചവന്മാർ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിട്ട് കുറച്ചുപേരെ എങ്ങനെയെങ്കിലും പാർട്ടിയിൽ പിടിച്ചു നിർത്തണം. ആഴ്ചയിൽ 1 സമരം വീതം നടത്തി മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമെല്ലാം തടയും. തെരുവിൽ പ്രസംഗം നടത്തി ശബ്ദ മലിനീകരണം നടത്തും. തെമ്മാടിത്ത ഘോഷണങ്ങൾ നടത്തി പിന്നെയും പൊതുജനത്തെ വിഡ്ഢികളാക്കും. പിണറായി പുത്രിയോടുള്ള അന്ധമായ സ്നേഹം കാരണം എന്തൊക്കെ ഇവർ കാണിച്ചു കൂട്ടി. അകത്ത് പോയവന്മാരൊന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഇനി എത്ര നേതാക്കൾ അകത്തു പോകുമെന്നും അറിയില്ല. പിണറായി വിജയൻ്റെ മകൾ എപ്പോൾ അകത്തു പോകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഈ പ്രതിപക്ഷത്തിൻ്റെ സമരം കാണുമ്പോൾ ജനം ഇപ്പോൾ കാറി തുപ്പുകയാണ്.
വോട്ട് ചെയ്തതിൻ്റെ മഷിപ്പാട് ഇതുവരെ ജനത്തിൻ്റെ നഖങ്ങളിൽ നിന്നും മാറിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ കോലിൻ്റെ അറ്റത്ത് കൊടിയും ഞാത്തി ഇറങ്ങിയിരിക്കുകയാണ്. പിണറായി മൂന്നാമതും വരും, തുടരും എന്നൊക്കെ ഗീർവാണം അടിച്ചുകൊണ്ട് നടന്നവന്മാർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് തുടരുമെന്നല്ല, പടരും എന്നാണ്. ഇനി വലിയ പടർച്ചയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സമരം നടത്തി പൊതുമുതൽ നശിപ്പിച്ചാൽ അകത്ത് കിടന്ന് കയ്യും കാലും അടിക്കുമെന്ന് സഖാക്കൾക്കും അറിയാം. പാർട്ടിയെ ഈ പരുവത്തിന് നരകക്കുഴിയിൽ തള്ളിയ പിണറായിക്ക് മാത്രം ലെവലേശം ഉളുപ്പുമില്ല, ചളുപ്പുമില്ല, കുറ്റബോധവുമില്ല. കയ്യിൽ നിന്നും കാശെടുത്ത് എണ്ണയടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്പലവാസവനൊക്കെ ഇന്ധനവിലയെപ്പറ്റി ബോധം വന്നത്. കേരളത്തിലെ സകല പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ ഇനി സ്ഥിരമായിട്ട് ഇവറ്റകളുണ്ടാകും. കേട്ടാൽ തോന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പെട്രോൾ നൽകുന്നതെന്ന്. വല്ല പെട്രോൾ പമ്പുമല്ലേ പോയി ഉപരോധിക്കേണ്ടത്. എറണാകുളത്തെ പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രി പി രാജീവാണ്. ആത്മനിഷ്ഠ ഘടകവും വസ്തുനിഷ്ഠ ഘടകവും തമ്മിലുള്ള ബലാബലത്തെപ്പറ്റിയൊക്കെ അവിടെ പി രാജീവ് പ്രസംഗിച്ചു. അതേസമയം കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ നിയമസഭയിൽ പി രാജീവിനെ വലിച്ചു കയറി പടമാക്കുകയായിരുന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പി രാജീവ് പറഞ്ഞത്രേ, തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോൽക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ സാങ്കേതികമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു, അത്രമാത്രം. പി രാജീവിൻ്റെ വിലക്കയറ്റത്തിനെതിരെയുള്ള ഒറ്റ പ്രസംഗത്തോടു കൂടി എറണാകുളം ജില്ലയിലാകെ വൻപിച്ച വിലക്കുറവിൻ്റെ ബോർഡുകൾ എവിടെയും തൂങ്ങി. പെട്രോൾ വില കുത്തനെ ഇടിഞ്ഞതോടെ പമ്പുകൾക്ക് മുമ്പിൽ വാഹനങ്ങളുടെ നീണ്ട നിരയായി. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന ജനകീയ പ്രക്ഷോഭവും ധർണയും ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രിയായിരുന്ന അമ്പലവാസവൻ സാറാണ്. ദൈവങ്ങളുടെയും തുറമുഖത്തിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും ഒക്കെ ക്ഷേമം നോക്കി പിണറായി വിജയൻ്റെ ദാസനായി നടന്ന കാലത്ത് ചിരി ഒഴിയുമായിരുന്നില്ല വാസവൻ്റെ മുഖത്തു നിന്ന്. ദുരിതങ്ങൾ നേരിടുന്ന ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇപ്പോൾ കത്തിക്കയറുകയാണ് തെരുവിൽ. അരുത് സാർ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇങ്ങനെ വെയിൽ കൊള്ളരുത്, തലയിൽ സൂര്യപ്രകാശം അടിപ്പിക്കരുത്. ഇക്കഴിഞ്ഞ 10 വർഷമില്ലാത്ത ആവേശം ഇവർക്കൊക്കെ എങ്ങനെയുണ്ടായി ഒരു മാസത്തിനുള്ളിലെന്നാണ് മനസ്സിലാകാത്തത്. സകല മനുഷ്യരും ഇതുതന്നെയാണ് ചോദിക്കുന്നത്. ഇമാതിരി അന്തംകമ്മികളായ നേതാക്കന്മാരുടെ പുറകെ നടക്കാനും കുറേ പാവങ്ങളുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ കഷ്ടം തോന്നും. ഇക്കഴിഞ്ഞ കാലമെല്ലാം പാവപ്പെട്ടവൻ്റെ നികുതിപ്പണം കൊണ്ട് 4 നേരം മൂക്കുമുട്ട ആഹാരം കഴിച്ചപ്പോൾ വിലക്കയറ്റം എന്താണെന്ന് അറിയുകയില്ലായിരുന്നു. ഭരണം പോയി കയ്യിൽ നിന്ന് വാങ്ങി തിന്നാൻ തുടങ്ങിയപ്പോഴാണ് വിലക്കയറ്റം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇതാണിപ്പോൾ നവമാധ്യമങ്ങളിലെ ഒരു ചോദ്യം. ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് പറഞ്ഞ് DYFI പ്രതിഷേധം. കാസർഗോഡ് ഹോസ്റ്റലിന് വേണ്ടി SFIക്കാരുടെ പ്രതിഷേധം. പാൽവില വർദ്ധിപ്പിച്ചിറങ്ങിപ്പോയിട്ട് അതിനെതിരെ പ്രതിഷേധം. ഇന്ധന വിലയുടെ കൂടെ 2 രൂപ അധിക സെസ് പിരിച്ച് പൂട്ടടിച്ചു. ഇന്ധന വില വർധനവിനെതിരെ ഇപ്പോൾ പ്രതിഷേധം. മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ചേ എന്ന് പറഞ്ഞ് DYFIയുടെ അടുത്ത പ്രതിഷേധം. റിമാൻഡ് പ്രതി ജയിലിൽ അസുഖബാധിതനായി മരിച്ചതിനെതിരെ പ്രതിഷേധം. മാസപ്പടി മേടിച്ച് മകളെ റെയ്ഡ് ചെയ്താൽ പ്രതിഷേധം. വിജയാഹ്ലാദ പ്രകടനം നടത്തി വന്നപ്പോൾ SFIക്കാർ നോക്കി ചിരിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതിഷേധം. ഇനി പുറത്തെ ഈ സമരം കൊണ്ട് വല്ലതുമേ മെച്ചമുണ്ടാകൂ. സഭയിൽ 35 എണ്ണം കിടന്ന് വേവുവെള്ളം തൂറുകയാണ്. ഒറ്റ ഒരുത്തിന് വായ തുറന്ന് ഭരണപക്ഷത്തോട് ഏറ്റുമുട്ടാൻ പറ്റുന്നില്ല. എല്ലാം 1.5 കീറ് കടലാസിൻ്റെ പരിപാടികളേ ഉള്ളൂ. 4 വരി കവിത വായിക്കണമെങ്കിൽ 5 കടലാസിൽ എഴുതിക്കൊണ്ടുവരണം പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവിന്. ഈ മിണ്ണത്തരമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം സ്പീക്കർ പറഞ്ഞു എഴുതിക്കൊണ്ടുവന്ന് വായിക്കുന്ന രീതി കുറയ്ക്കണമെന്ന്. വല്ലവനെയും വെറുതെ തെറി വിളിക്കാനും തന്തയ്ക്ക് വിളിക്കാനും എഴുതിക്കൊണ്ട് വരികയേ വേണ്ട. 10 വർഷം കൊണ്ട് ഭരിച്ചു മുടിച്ച് ജനത്തിൻ്റെ തലയ്ക്കടിച്ച് 48,733 കോടി രൂപയുടെ കടമുണ്ടാക്കി ഇവർ. ആ പുള്ളികളാണ് വിലവർധനവിനെതിരെ സമരം ചെയ്യുന്നത്. കേരളത്തിലെ വിപ്ലവം ഇതുവരെ വായിൽ പഴം തിരികെ നിലയിലായിരുന്നു. സമരം നയിക്കാനും കൊടിപിടിക്കാനും പ്രകടനം നയിക്കാനും പോകുന്ന അന്തംകമ്മികളുടെ മാത്രം വോട്ട് കൊണ്ടല്ല ഈ പാർട്ടി ഇതുവരെ ജയിച്ചിരുന്നതെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന ക്യാപ്സൂൾ വിഴുങ്ങി ജീവിക്കുന്ന അടിമവർഗമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷവും. ഭീഷണിയും ഗുണ്ടായുസവും തല്ലിത്തകർക്കലും നുണപ്രചരണങ്ങളും കൊണ്ട് നിങ്ങൾക്ക് തിരികെ അധികാരത്തിൽ വരാൻ കഴിയില്ല. അതിന് സമചിത്തതയോടെ കാത്തിരിക്കണം. ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് സമരം ചെയ്യണം. ഇപ്പോഴത്തെ വിലവർധനവിൻ്റെ സാഹചര്യം നിങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവന്മാർ ശരിക്കും കോമാളികളാണോ അതോ നാട്ടുകാർ മൊത്തം മണ്ടന്മാരാണെന്ന് സ്വയം വിശ്വസിച്ച് വരികയാണോ? നേരത്തെയും ഈ വിലവർധനവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും നിങ്ങൾ അതിനൊന്ന് കണ്ണും കാതും കൊടുത്തില്ല. സുഖവാസത്തിന് ശേഷം ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ. ഇപ്പോൾ വിഷയം സത്യത്തിൽ അതൊന്നുമല്ല.
ഭരണത്തിൽ നിന്നിറങ്ങിയപ്പോഴാണ് വല്ലാത്തൊരു ശൂന്യത ഈ കമ്മികളുടെ മനസ്സിൽ തോന്നി തുടങ്ങിയത്. അവർക്കിപ്പോൾ എവിടെ നോക്കിയാലും ഇരുട്ടാണ്. ഞങ്ങൾ ഭരണം വിട്ടതോടെ ലോകമാകെ അന്ധകാരത്തിലാണെന്ന് അവരുടെ മനസ്സ് വിശ്വസിക്കുന്നു. ഇപ്പോൾ വന്നു കയറിയവന്മാർ എല്ലാം കൃത്യമായി ചെയ്യുന്നു എന്ന് ജനത്തിന് തോന്നിയാൽ സഹിക്കില്ല. ഇനി എത്രയൊക്കെ കൊടി പിടിച്ചാലും 5 വർഷത്തിനിടയിൽ അത്ഭുതമൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് വകതിരിവോടെ സമരത്തിനിറങ്ങിയാൽ നിങ്ങൾക്ക് നല്ലത്. ഈച്ച വിലങ്ങനെ പറന്നാലുടൻ വിപ്ലവം എന്ന് പറഞ്ഞ് കൊടിയും തൂക്കി ഇറങ്ങിയാൽ ആരും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെയാകും. നിങ്ങളുടെ സമരങ്ങൾക്കല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പുല്ലുവിലയാണ്.